ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ ലമാ ശബിഅത് മിൻ ഖശിയത്തില്ലാ മിൻ കലാമില്ലാ, അല്ലാഹുവിന്റെ വചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് മതി വരില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് തങ്ങൾ മഅ്മൂമീങ്ങളിലുണ്ട്. വ ഇന്നി ലഫി ആഖിർ സുഫൂഫ്, ഞാൻ ആ പള്ളിയിലെ ഏറ്റവും ബാക്കിലെ സഫിലാണ്. വഹുവ യഖറഉ ഖൗലല്ലാഹ് ഖാല ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ മകൻ യൂസുഫ് നഷ്ടമായതിൻ്റെ വിഷമം അലൈഹിസ്സലാം, അല്ലാഹുവേ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഹബീബ് ആയ നബി തങ്ങളുടെ സ്വഹാബിമാർ ഈ ആയത്തിനെടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അടക്കമുള്ളവര് വല്ലാഹി ലൗ അലിമ യഅഖൂബു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മഹാൻ ഈ വാക്കിന് പകരം തർജിആൻ അവിടെ ചെയ്യുമായിരുന്നത്. ഇരിക്കട്ടെ, ഖാല ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ സങ്കടം, എൻ്റെ വിഷമം ഞാൻ നിന്റെ കോടതിയിൽ ബോധിപ്പിക്കുന്നു റബ്ബേ. ആ ആയത്തോതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയുന്ന മനസ്സിന്റെ വിങ്ങൽ സഫിന്റെ അറ്റത്ത് നിന്ന് ഞാൻ കേട്ടുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആല അൻ. മനസ്സ് വിങ്ങണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും ആളുകൾ കാണാൻ വേണ്ടി കരയണ്ട, ആൾക്കാരുടെ മുമ്പിൽ കരയും വേണ്ട. ആൾക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടാക്കി കരയൽ ഇദക്തമലത്തിൽ ഖുലൂബു ശർറൻ, ഹൃദയത്തിനുള്ളിൽ ഷർറ് കുമിഞ്ഞുകൂടിയാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കരയാൻ പറ്റും മഹാന്മാർ പറയാ. അതൊരു വലിയ മോശമാണ്. ഉണ്ടാക്കി കരയണ്ട, കരച്ചിൽ വന്നു പോയാലൊക്കെ. നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമുക്കങ്ങനെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ുന്ന രണ്ട് കണ്ണുകൾ. ആബിദാണ്, ആലിമാണ് മഹാനായ ഹമമത്തുൽ ആബിദ് റളിയല്ലാഹു അൻഹു. അവരോടൊരു ചോദ്യം, മാ അഫ്ളലു അമലിക അല്ലദീ തർജൂ ഇൻദല്ലാഹ്. അല്ലാഹ് അതൊക്കെ കിട്ടും. അല്ലാഹു നമുക്ക് സഹായം നൽകട്ടെ. നമ്മളൊന്ന് പരിശ്രമിക്കണം. ആർക്കാനും വേണ്ടി ഒക്കാനിച്ച നടക്കൂലേ. നമുക്കത് വേണമെന്ന് തോന്നണം. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഒരു മധുരം അറിയണം. അത് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടല്ലേ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പോകും. നിസ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ എൻ്റെ റബ്ബിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ ഉള്ള ആളുകൾക്ക് ആ മധുരം അറിയാൻ കഴിയും. അത് ദുന്യാവിൽ അനുഭവിക്കാത്തവർക്ക് ഹുരിമൽ ബറക, ആ മനുഷ്യന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഒരു ബറക്കത്താണത്. എന്താണ് ഹമമത്തുൽ ആബിദേ? നിങ്ങളുടെ ഏതൊരു നിസ്കാരം ആസന്നമാകുമ്പോഴും ഞാനതിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ നമ്മളിവിടെ ഓർക്കുകയാണ്. ഏത് സമ്മേളനം പരിപാടിയാണെങ്കിലും നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചോ ഇബാദത്തല്ലേ ഫി അവ്വലി വഖ്തിഹാ, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും ആളുകളുണ്ടാകുമ്പോൾ വലിയൊരു ജമാഅത്തായില്ലേ, അത് അഫ്ളലുൽ വഖ്തിൽ തന്നെ നിർവഹിച്ചാൽ ഇതന്നെ എൻ്റെ മുമ്പിലുള്ള വലിയ അമൽ. അല്ലാഹു തആല 5 നേര നിസ്കാരങ്ങളെ അസ്ർ, മഗ്രിബ്, ഇശാ ഈ സമയങ്ങളിൽ അല്ലാഹു നിശ്ചയിക്കാതെ പകൽ മുഴുവനും നിസ്കാരമാകുമായിരുന്നുവെങ്കിൽ ലഅഹബബ്തു അൻ നകൂന ലൈലി വനഹാരി സാജിദൻ റാകിഅൻ ലില്ലാഹ്. എൻ്റെ രാവിലും പകലിലും അല്ലാഹുവിനെ റുകൂഅ് ഓദിക്കു നബിയേ. ലഘുവാക്കി തരാൻ പറയൂ നബിയേ. 50 വക്ത് സാധ്യമല്ലെന്ന് പറഞ്ഞ് 9 തവണയുള്ള നിരന്തരമായ അല്ലാഹു വെറുതൊരു കാര്യം ചെയ്യില്ല. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹുവിന്റെ ഓരോ പ്രവർത്തനത്തിലും അല്ലാഹു തആല യുക്തിഭദ്രമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എന്തിനാ പിന്നെ എന്താന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ 50 വക്ത് നിസ്കാരമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ട 8 മണിക്കൂർ വിശ്രമം, ഉറക്കിന്റെ സമയം, വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ നമ്മൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ടവരായി മാറുമായിരുന്നു. എങ്ങനെ? ഒരു നിസ്കാരത്തിന് വേണ്ട ശരാശരി 100 മിനിറ്റ്. അത് 50 വക്താകുമായിരുന്നുവെങ്കിൽ അത് 1000 മിനിറ്റുകളാണ്. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16 ചില്ലറ മണിക്കൂറുകളാണ്. 16 മണിക്കൂർ എന്ന് പറയുന്നത് 24 മനുഷ്യന്റെ പ്രവൃത്തി സമയമാണ്.
അതിന്റെ അർത്ഥം എന്താണ്? 5 നേരത്തെ നിസ്കാരം നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ നീ പുറത്തു പോന്നു, ഇനി ആവുന്നതാവാം എന്ന് വിചാരിക്കല്ലേ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ഉറങ്ങുന്നവരെ നിസ്കാരത്തിൽ എന്ന വെണ്ണം, അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന വെണ്ണം, നീ അള്ളാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുകയാണെന്ന ബോധത്തിൽ നടക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് തിൽക ഖംസത്തുൻ ബിഖംസീൻ, നബിയെ ആ 5 നിസ്കാരങ്ങൾക്ക് 50 അതാണ് അള്ളാഹു 5ആക്കി ചുരുക്കി തന്നത്. അതിനർത്ഥം പള്ളിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ പിന്നെ വട്ടിപ്പലിശയുടെ ഏർപ്പാട്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കണ്ണുകളെ അടിച്ചിടുന്നത്, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് നീ അള്ളാഹുവിന്റെ സർവിലിയൻസ് ക്യാമറ. 28 മിനിറ്റായി, 1 മണിക്കൂറിന് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്നാ പിന്നെ ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ആണുങ്ങൾ ആ കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒന്ന് നോക്കി. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് ചൊല്ലാണ്. മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഖൈറ. ഇനി ഒരു 60 മിനിറ്റും കൂടെ ഇരിക്കണം. നല്ല ചൂടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു മലപ്പുറത്തിലേറെ ചൂടുണ്ട് തോന്നുന്നു എറണാകുളം ജില്ലയിൽ. നല്ല ചൂട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ചൂടാകുമ്പോൾ ഒരു മഴ കിട്ടിയെങ്കിലെന്ന് മനസ്സുകൊണ്ട് കണ്ട ആഗ്രഹം വരും. അപ്പോൾ പിന്നെ മഴക്കാലം തുടങ്ങും. മഴ കൊണ്ട് റബ്ബേ ഈ മഴ നിർത്തി തന്നാൽ മതിയായിരുന്നേനെ. അപ്പോൾ പിന്നെ ചൂട് കാലം. കാലാവസ്ഥയെ യുഖല്ലിബുൽ ലൈല വന്നഹാർ, ഈ കാലാവസ്ഥയെ ചൂടുന്ന തണുപ്പിലേക്കും സമശീതോഷ്ണത്തിലേക്കും ഇങ്ങനെ അള്ളാഹു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ബോറടിച്ചേനെ അല്ലേ? അള്ളാഹു ഓരോന്നിങ്ങനെ മാറ്റിത്തരികയാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ റമദാനൊക്കെ വരികയാണ്. അള്ളാഹു ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ. ഇവിടുന്ന് റമദാനിൽ ഉഷാറുണ്ടോയെന്ന് ഈ റജബിൽ അറിയാൻ പറ്റുന്ന, റജബിൽ ഇങ്ങനെ പിടുത്തം വിട്ട് നടക്കുകയാണെങ്കിൽ റമദാനും ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന. അതിനാണ് ഈ റജബ് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയാനാ, ആളെത്താനായി എന്ന്. ഷാബാൻ ഇതാ നമ്മളെ മഹല്ലിക്ക് എത്താനായിട്ടോ, അപ്പോഴേ ഒരുങ്ങി നിൽക്കണ്ടേ സ്വീകരിക്കാൻ. റമദാനായി തുടങ്ങി, ഇപ്പൊ ഒരുങ്ങിയിട്ടില്ലേ, ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ബസ് പോയിട്ട് കൈകാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു അവസരം അള്ളാഹു നമുക്ക് തരുമോ എന്ന് ആരറിഞ്ഞു? ഇനിയൊരവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്ന്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വരുന്ന റമദാൻ പരിപൂർണമായ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. അള്ളാഹു നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകളും വിവരക്കേട് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ മഹാനായ ഖൈറുവാനി തങ്ങൾ പോയൊരു ചരിത്രമുണ്ട്. അബൂ ജഅഫറുൽ ഖമൂദി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അബൂ ജഅഫറുൽ ഖമൂദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു. മഹാനായ ഇമാം ഖൈറുവാനി നിസ്കരിക്കാൻ അവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ നിസ്കാരം ഒരുപാട് നീണ്ടുപോയി. നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം ഒരുപാട് നീണ്ടതിൽ ഒരൽപ്പം സമയം നീണ്ടുപോയോ എന്ന് തോന്നിയ മഹാനായ ഖൈറുവാനി തങ്ങള് മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങളോട് പറഞ്ഞു, യാ അബാ ജഅഫർ ബിഅഖല്ല മിൻ ഹാദ തഅബ് തുദ്രികുൽ മത്ലൂബ ഇൻഷാ അല്ലാഹ്. ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി സാധ്യമാകുമല്ലോ, ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ. ഇത്രത്തോളം എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദി തങ്ങള് നിസ്കരിച്ചും പരാതി പറയുന്ന ആളുകളോട് ഈ മഹാനായ അബൂ ജഅഫറുൽ ഖമൂദിയുടെ മറുപടിയാണ് നമ്മൾ നൽകുന്നത്. യാ മിസ്കീൻ, ഏ ദരിദ്രനായ മിസ്കീനായ മനുഷ്യ, ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദ്ദതഹാ. അല്ലാഹു അക്ബറിന്റെ ഒരു മധുരമുണ്ട്, അല്ലാഹു അക്ബറിന്റെ ഒരു ആസ്വാദനമുണ്ട്. അത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ലമാ മിൽത മിനൽ തഅബ് മിനൽ ഇസ്തിക്സാരി മിൻഹാ. നിസ്കാരം നീണ്ടുപോയതിലെ തക്ബീറുകളുടെ എണ്ണം കൂടിപ്പോകുന്നതിന്റെ പ്രയാസം നിനക്കറിയാതെ പോകുമായിരുന്നു. ആ തക്ബീറിന്റെ ഒരു മധുരമുണ്ട്. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ എന്നല്ലേ. നമുക്ക് പോകേണ്ടതും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയല്ലേ. ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോകൂല. അങ്ങനെയല്ലേ നമ്മൾ ദുന്യാവിൽ ചെയ്യാം. ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാളുള്ള വഴിക്ക് പോകില്ലല്ലോ. അങ്ങനെയല്ലേ. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്.
അതാണ് ആ വ്യത്യാസം. അള്ളാഹിനെ പേടിച്ചാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ പോകാനുള്ളത്. പടച്ചോൻ്റെ അടുത്തേക്ക് തന്നെ, റബ്ബേ എന്നെ സ്വീകരിക്കണേ, പടച്ചോനെ എനിക്ക് മാപ്പ് തരണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ യാ മിസ്കീൻ. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി എന്ന ലോകപ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ഫഖീഹും മുതസവ്വിഫുമായ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട്, റക്അതാനി ഫീ തഫക്കുരിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹ്. മനസ്സാന്നിധ്യത്തോടുകൂടെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നതാണ് നിസ്കാരം, ആനന്ദം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരം. എന്താ? അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മത്തിനാണ് ഏറ്റവും വലിയ കൂലി. സുന്നത്തിനും ഫർദിനും കൂലിയുണ്ട്. നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഫർദിന് കൂലി കൂടുതൽ, സുന്നത്തിന് കൂലിയുണ്ട്, പക്ഷെ ഫർദിനാണ് കൂടുതൽ. ഇതല്ലേ അള്ളാഹുവിൻ്റെ രീതി, ഇതല്ലേ അള്ളാഹുവിൻ്റെ കരുണ. അങ്ങനുണ്ടോ? സ്വന്തം വീട്ടിലേക്ക് ചെലവ് കൊടുക്കണം, ആ ചെലവ് കൊടുക്കൽ നിർബന്ധം. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരോ പോലീസെങ്കിലും പിടിച്ചോണ്ടോ അല്ലേ? വീട്ടുകാരെ പുരക്കാരെ നോക്കാണ്ടിരിക്കെ ഉപദ്രവിക്കുക ചെയ്താൽ. പക്ഷേ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്നതാണ് അഫ്ളലു സ്വദഖ, സ്വദഖകളിൽ ഏറ്റവും വലിയ സ്വദഖ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു. അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ അത് സ്വദഖകളിൽ ഏറ്റവും വലിയ സ്വദഖയാണ്. അവനവന്റെ സ്വന്തം വീട്ടിലേക്ക് മത്സ്യം വാങ്ങി പോകുന്നത് സ്വദഖയാണ്, വലിയ സ്വദഖയാണ്. അവനവന്റെ വീട്ടിലെ മക്കൾക്ക് അരി വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദാനമാണ്. മനസ്സ് നിയ്യത്ത് വേണം. യഹ്തസിബുഹു, ഹദീസിന്റെ വാക്കതാണ്, വഹുവ യഹ്തസിബുഹു, അല്ലാഹു എനിക്കിതിന് കൂലി തരും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ, എന്തെങ്കിലും പിറുപിറുത്ത് പറഞ്ഞു പോയാൽ ആ കാശങ്ങ് പോയി. പെരക്ക് കൊണ്ടു കൊടുക്കുന്ന നിർബന്ധമാണ് ദാനം. പെണ്ണുങ്ങളെ വരെ അകത്ത് കയറ്റൂല അല്ലേ? ആ സാധനം കൊണ്ടുവന്നില്ലല്ലോ, തിരിച്ചു പറഞ്ഞയക്കും. സ്റ്റാമ്പ് ഒട്ടിക്കാത്ത കത്ത് തിരിച്ചയക്കണ പോലെ പിന്നെ പോയിട്ട് വീണ്ടും കൊണ്ടുവരണം. എന്നാൽ പിന്നെ ആദ്യം നല്ല മനസ്സോടുകൂടെ അങ്ങ് കൊണ്ടുപോയി കൊടുത്തു, അതിന് കൂലിയാണ്. ഇല്ലെങ്കിൽ പൈസ പോവും, അള്ളാഹിന്റെ അടുത്ത് കൂലിയില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കരുണ കൊണ്ട് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും അല്ലാഹു ഒരു നന്മക്ക് 10 വീതം, തിന്മകൾക്ക് ഒരു തിന്മക്ക് ഒരു തെറ്റ്, ഒരു തെറ്റിന് ഒരു ശിക്ഷ. ഒരു നന്മക്ക് 10 കൂലി, ഒന്നല്ല. നമ്മളുടെ 2 മണിക്കൂർ ഇരുന്നാൽ 20 മണിക്കൂർ ഇരുന്ന കൂലിയാ അള്ളാഹു നൽകാൻ പോവുക. അള്ളാഹു ആ കൂലി നമുക്ക് നൽകട്ടെ. ആമീൻ. മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ തർബിയത്തിന്റെ ശൈഖായിരുന്നു ഹാത്തിമുൽ അസ്വം എന്നവര്. മനുഷ്യ മനസ്സുകളിലെ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാൻ മഹിതമായ സാരോപദേശങ്ങൾ ഉമ്മത്തിന് കൈമാറിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ പ്രഗത്ഭനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്വം റഹ്മത്തുള്ളാഹി അലൈഹി. ആ സമയം ഹാത്തിമുൽ അസ്വം തങ്ങളുടെ സംഭാഷണവും വർത്തമാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ മഹാനായ ആസിം ഇബ്നു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി കൂടെയുള്ള ആളുകളോട് ചെന്ന് ചോദിച്ചു, ഈ വാദ പറയുന്ന ആളിന്റെ നിസ്കാരം എങ്ങനെയുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹാത്തിമുൽ അസ്വം തങ്ങളോട് ഇദ്ഹബൂ ബിനാ നസ്അലുഹു അൻ സ്വലാത്തിഹി, ഹാത്തിമുൽ അസ്വം എന്നവരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെന്നു. മഹാനായ ആസിം ഇബ്നു യൂസുഫ് എന്നവർ പറയുന്നു, ഹാത്തിമുൽ അസ്വം തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, യാ ഹാത്തിമു ജിനാ നസ്അലുക അൻ സ്വലാത്തിക, നിങ്ങളുടെ നിസ്കാരത്തിന്റെ മഹത്വം, നിങ്ങളുടെ നിസ്കാരത്തിന്റെ അനുഭവം എന്താണ്, ഒന്ന് പറഞ്ഞു തരൂ. നല്ലൊരു ചോദ്യം. മഹാനായ ഹാത്തിം എന്നവരെ ആ ചോദ്യത്തെ ഒന്ന് വിശദീകരിച്ചു കൊടുത്തു. അവർ ചോദിച്ചത് അവരുദ്ദേശിക്കാത്ത മാനം മഹാനവറുകൾ ചേർത്ത് വെച്ചു കൊടുത്തു. അൻ അയ്യി ഷൈഇൻ തസ്അലുനി ആഫാകല്ലാഹ്, നിങ്ങൾ എന്താണ് എന്റെ നിസ്കാരത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? അൻ മഅരിഫതിഹാ, നിസ്കാരം എങ്ങനെയാണെന്ന് അറിയലാണോ? ഔ അൻ തഅദിയതിഹാ, അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നറിയലാണോ? പറഞ്ഞത് രണ്ടും ഞങ്ങൾക്ക് അറിയണം, നിങ്ങൾ പറഞ്ഞു തരൂ. മഹാനായ ഹാത്തിം എന്നവർ വിശദീകരിക്കാൻ പോകുന്നു. തഖൂമു ബിൽ അംർ, തഖൂമു ബിൽ അംരി, അല്ലാഹു പറഞ്ഞ പോലെ വുദൂ ചെയ്ത് ഖിബലയിലേക്ക് മുന്നിട്ട് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, വൃത്തിയാവണം. ഇപ്പൊ നമ്മള് നമ്മുടെ ഗാരേജുകളിൽ, ഗാരാഷ് എന്നാണ് അത് വായിക്കേണ്ടതെന്ന് പറയാറുണ്ട്. ഗാരേജ് എന്ന് എഴുതിയാലും അല്ലാഹു അലം, ഭാഷാ പണ്ഡിതന്മാർ തീരുമാനിക്കും. ചെറുപ്പക്കാരൊക്കെ കയ്യുമ്മ ഗ്രീസ് ഉണ്ട്, ഇപ്പൊ നിസ്കരിക്കാൻ പറ്റൂല. ആകെ 8 മണിക്കാ വരിക, 2 മണിക്ക് കഴുകി കൈകാല് കഴുകി പോക്ക് തുടങ്ങും. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക്, 1/4 മണിക്കൂർ സ്നാക്ക് ബ്രേക്ക്. പിന്നെ എപ്പോഴവൻ പെയിന്റ് അടിക്കുക, എപ്പോഴാണ് പിന്നെ അവൻ പണിയെടുക്കുക? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നിസ്കാരമില്ല. അത് അത്ഭുതം. പാട്ടും കേട്ടിരിക്കുക, ചെവിയിൽ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുക. പോകുന്ന നേരത്ത് കഴുകി പോകുന്നില്ലേ? അത് കഴുകാനുള്ള മെറ്റീരിയൽ നിന്റെ കയ്യിലുണ്ട്, ഒന്ന് കഴുകി നീ നിസ്കരിച്ചോ. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ നമ്മുടെ മുസ്ലിം മക്കളോട്?
ജോലിക്ക് വരുന്നവരോട് മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കണ്ടേ? ആ മകൻ ഒരുപക്ഷെ നിസ്കാരം തുടങ്ങുന്നത് നിങ്ങൾ തഖൂഹു ബിൽ അംർ. വുദു എടുത്ത് വരുമ്പോൾ മടമ്പിന്റെ ഭാഗത്ത് വെള്ളം ചേരാതെ നടന്ന ഒരു സ്വഹാബിയുടെ കാലിലേക്ക് നോക്കിക്കൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നിസ്കരിക്കുമ്പോൾ വുദു ചെയ്യുമ്പോൾ കാലിന്റെ മടമ്പ് നനക്കാതെ വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായും ആ കഴുകാൻ പറഞ്ഞ ഭാഗങ്ങൾ നനഞ്ഞിരിക്കണം. അതന്നെ, അത് എന്താ അതിന്റെ ഹിക്മത്ത്? അല്ലാഹു അലം. ഇത് അള്ളാഹുവിന്റെ നിർബന്ധമായ തീരുമാനമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹുവേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, നീ എനിക്ക് കൂലി നൽകും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കേണ്ടത്. സുന്നത്ത് നിർവഹിക്കുക, ബാങ്കും ഇഖാമത്തും കൊടുക്കുക. അല്ലാഹു തക്ബീർ, നമ്മൾ തക്ബീർ ചെല്ലേണ്ടത് എന്തിനാ ചെല്ലേണ്ടത്? അല്ലാഹു അക്ബർ. എന്നാലും കയ്യടിക്കുന്നതിനെക്കാട്ടും നല്ലത് തന്നെയാണ്. അൽഹംദുലില്ലാ. കയ്യടിക്കേണ്ട, തസ്ഫീഖ് നബി ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വലുതാണ് എന്നല്ലേ ഇതിനർത്ഥം. ഇതെന്റെ റബ്ബിന്റെ നിദർശനമാണ്. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിയാണ് അല്ലാഹു അക്ബർ. നിസ്കാരത്തിൽ ശ്രദ്ധ വരുന്നില്ലെന്ന് പറയുന്നവർക്ക് മറുപടിയാണ് മഹാനായ ഹാത്തിമുൽ അസമ്മദങ്ങളുടെ ഈ വാക്കുകള്. ഖുർആൻ മനോഹരമായിട്ടാണ് നിങ്ങൾ ഓതേണ്ടത്. കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ ഉസ്താദുമാരോട്, കൂട്ടുകാരായ മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, യാസീൻ ഓതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സൂറയാണ് യാസീൻ, അല്ലേ? ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹാർട്ടാണ്. ഹാർട്ട് പോയാൽ കഴിഞ്ഞില്ലേ? അത് ചടപടാന്ന് വെച്ച് ഓതരുത്. അത് മരിച്ചൊരു മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുന്ന ഓത്താവട്ടെ, പള്ളിയിൽ ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും മജ്ലിസുകൾ ചെല്ലുന്ന യാസീനോത്താവട്ടെ, നന്നായി ഓതാൻ അറിയുന്ന ഒരാളെങ്കിലും മൈക്കിൽ വന്നിട്ട് മനോഹരമായിട്ട് ഓതട്ടെ. കൂടുള്ള ആളുകൾ ശരിക്കും ഓതട്ടെ. ഇത് യാസീനുൽ ഖുർആനിലൊക്കെ ഇന്ന കൽമില്ല മുർസലിൻ. എന്ത് റബ്ബേ, ഇങ്ങനെയാണ് ഓതേണ്ടത്? സൂറത്തുൽ ഫാത്തിഹ ഉസ്താദ്മാരൊക്കെ ദയവ് ചെയ്ത് തിരക്കുണ്ടാവും, എന്നാലും ആ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും മനോഹരമായിട്ട്. അത് ചിലർക്ക് അങ്ങനെയാണ്, ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതാൻ അറിയും, നിർത്തിയിട്ട് മെല്ലെ മെല്ലെ ഓദിക്കാന്ന് പറഞ്ഞ പഴക്കും. അതങ്ങനെ ശീലിച്ചത്. പിന്നെ എന്ത്, യാസീനൊക്കെ പതുക്കെ ഓതിയ പഴക്കണം എത്ര ആൾക്കാരുണ്ടെന്നറിയോ? കാരണം ആ സ്പീഡ് പോകുമ്പോഴേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ശീലിച്ചു പോയി. നമ്മളങ്ങനെ ആരും ശീലിപ്പിക്കല്ലേ, നമ്മുടെ ശീലങ്ങൾ മാറ്റം ചെയ്തേക്ക്. വിശുദ്ധ ഖുർആനിനെ തഖറഉ ബിത്തർതീൽ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും നല്ല ചുറുക്കൽ ഓതിക്കൂടെ? അല്ലാഹുവിൻ്റെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശുദ്ധമായ പാരായണം നടക്കുമ്പോഴാണ് ആകാശലോകത്ത് നിന്ന് ആയിരക്കണക്കിന് വിളക്കുമായി വളരെ മനോഹരമായൊരു മേഘം ഇറങ്ങി വന്നത്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴാണത്. നിങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതാണ്. നിങ്ങൾ നേരം പുലരുന്നവരെ അത് ഓതിയിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിഹ ഏത് സൂറത്താവട്ടെ മനോഹരമായിട്ട് ഓതുക. തഖറഉ ബിത്തർതീൽ, നിസ്കാരത്തിൽ നിർബന്ധമായും. അള്ളാഹുവിനോട് ഭയപ്പാടോടുകൂടെ യജമാനനായ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടിമ മുട്ടുമടക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ ഊര വളച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ മുട്ടുപിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കുന്ന നൃത്തമാണത്. നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു അടിമയെ ഉടമസ്ഥൻ വണങ്ങട എന്ന് പറയുമ്പോൾ നിൽക്കുന്ന ഒരു വണക്കത്തിനെങ്കിലും ഒരു പേടി ഉണ്ടാവും. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? മുഅ്മിനെ, ആ റുക്കൂയിൽ നമുക്ക് ആ രസം തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ്. അല്ലാഹുവേ, ഞാൻ എല്ലാറ്റിനേക്കാളും നിസ്സാരമാണ് റബ്ബേ, നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഒന്നുമല്ല. മുഖമുയർത്തി നടക്കുന്ന മനുഷ്യന്റെ ആ മുഖമാണ് മണ്ണിലേക്ക് വെക്കുന്നത് സുജൂദിന് വേണ്ടി. 7 ഹർഫുകളിലാണ് സുജൂദ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയും 2 കൈപ്പള്ളകളും കാലിൻ്റെ മുട്ടുകളും 2 കാലിൻ്റെ വിരലുകളും ഖിബിലയിലേക്ക് ചേർത്ത് വെച്ച് വളരെ മനോഹരമായി വിനയത്തോടെ കിടക്കുന്ന കിടത്തമാണത്.
പച്ച മണ്ണിൽ സുജൂദ് ചെയ്താൽ അല്ലേ, ജുഅലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ, അല്ലാഹുവിൻ്റെ ഭൂമി ലോകം അല്ലാഹുവിനിക്ക് മസ്ജിദായും നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമായും ശുദ്ധിയുള്ളതായും അല്ലാഹു മാറ്റി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു അമ്പിയാക്കന്മാർക്കില്ലാത്ത ഹബീബിന് പ്രത്യേകമായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ. ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് കാര്യമായ നജസൊന്നും കാണില്ല, നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കുണ്ട് വസ്വാസത്തിൽ, ഒരു നായ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുമല്ലോ, നീ കണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല. അവിടെ നജസ്സുണ്ടോ? ഇല്ല, ഞാൻ നിസ്കരിച്ചോ. ഉണ്ടാവുമല്ലോ, നീ കണ്ടോ? വസ്വാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ. ആ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ തലവെക്കുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ട്. അതൊരു പക്ഷേ എയർ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ പള്ളിൻ്റെ ഉള്ളിലും കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോഴേ ആ മണ്ണിൽ വെക്കണ രസം കിട്ടിക്കോണമെന്നില്ല. നമ്മുടെ സുജൂദിൻ്റെ അർത്ഥം കൂടെ മറന്നു പോവുക. ഏതെങ്ങനെ ഒരു പണി, ഇമാമ കുമ്പിട്ടിക്കണേ, നമ്മളും കുമ്പിട് തന്നെ. ഞാൻ എൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഈ സാധനം മണ്ണിലേക്ക് വെക്കുകയാണ്. എൻ്റെ തല താഴെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്റെ താഴെയാ റബ്ബേ, ഞാൻ ഏറ്റവും താഴെയാ. അപ്പൊ പറയുന്ന ദിക്റെന്താ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, നീ ഏറ്റവും മീതയാണ്. ആ ദിക്റിന്റെ ബന്ധം നോക്കൂ. നമ്മൾ താഴെയാണ്, അല്ലാഹു മീതയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വതർഫഉ ബിസ്സുന്ന. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ പരിശുദ്ധമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. വതഷ്ഹദു ബിൽ ഇഖ്ലാസ്, അല്ലാഹുവിന് മാത്രം മനസ്സുകൊടുത്ത് അത്തഹിയാത്ത് ചൊല്ലുന്നു. വതുസല്ലിമു ബിർറഹ്മ, ചുറ്റുപാടേക്കും അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നൽകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും എൻ്റെ മുമ്പിലും പിന്നിലുമുള്ള സർവരിലും അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണമേ എന്ന രീതിയിലുള്ള നിസ്കാരം. ഇതാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള മിനിമം മഅരിഫത്ത്, മിനിമം അറിവ്. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി എന്താണ് നമ്മൾ, എങ്ങനെയാണ് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരിക? ഞങ്ങൾ അറിഞ്ഞു ഹാത്തിമേ, എങ്ങനെയാണ് നിസ്കാരം എന്ന് മനസ്സിലായി. കൈകെട്ടി നിസ്കാരം തീരുമ്പോഴേക്കും ആലുവയിൽ ട്രിപ്പ് അടിച്ചു വന്നു. റഹ്മാനായ റബ്ബേൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ പോയി വരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ പോയിട്ട് വരുന്നത്. നിസ്കാരം സ്വീകരിക്കണേ. നമ്മളൊരു മെമ്മോറാണ്ടം ഒരാൾക്ക് കൊടുക്കുകയാണ്, ഒരു മന്ത്രിക്ക്. സങ്കല്പിക്കുക, ഒരു ഉദാഹരണം പറയാം. ഇത് നിങ്ങളുടെ ഒരു നിവേദനമാണ്. ഇത് ഹുസൈനാജി മന്ത്രിയെ നമ്മൾ സങ്കല്പിക്കുക. അജരെ നിങ്ങൾ വരി, കാര്യമായ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങാൻ പോണ വഫിയാക്ക് അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ നിവേദനം തരാം, അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ, നിങ്ങൾ മന്ത്രിയാണ് കേട്ടോ, എന്നാ പിടിച്ചോളി. ഇങ്ങനെ ഞാൻ കൊടുത്താൽ, ഞാൻ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടെ ഏൽപ്പിച്ചാൽ, ഏതാണ് ഇപ്പോൾ മന്ത്രി സ്വീകരിക്കുക? ഇങ്ങനെ മുഖം തിരിച്ച് അള്ളാഹുവിനെ നോക്കാതെ. യാ റബ്ബ്, അള്ളാഹു പുറത്തു തരട്ടെ. എത്രയോ നിസ്കാരങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടി വരുന്ന നിസ്കാരങ്ങൾക്ക് തൗബ ചെയ്യേണ്ടി വരും. റബ്ബേ, ഞാൻ ചെയ്തത് മഹാ മോശമായി പോയില്ലേ? ഒരു VIP ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് മുഖം നോക്കാതെ ഞാൻ പോന്നില്ലേ? ചെയ്യാൻ പാടുണ്ടായിരുന്നോ അത്? എത്ര ഇസ്തിഗ്ഫാറുകൾക്ക് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വരുന്ന, എത്ര ദുആകൾ നമ്മൾ അലസമായി നിന്നതിന് അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരും. എത്ര നിസ്കാരം നിർവഹിക്കേണ്ട രീതി പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിസ്കരിക്കാൻ വരുന്നില്ല കേട്ടോ, ഇനി ഖബറിലേക്ക് പോവുക എന്ന രീതിയിലാണ് ഓരോ വക്തും നിസ്കരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം ആലോചിച്ചാൽ അള്ളാഹിനെ പറ്റി പോലെ അവരൊക്കെ നമ്മളൊക്കെ ഫീസും കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരിക്കലെങ്കിലും തനിക്കൊരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ ചെന്ന് കണ്ടൊരു നന്ദി പറയണം. ഡോക്ടറെ, ഐ റിസർവ് മൈ താങ്ക്സ്, ഒരു നന്ദി പറയേ. അവരൊക്കെ ചെയ്യുന്ന സേവനം വലുതാണ്. ഹൃദയങ്ങളുടെ സർജറി അല്ലേ ഞാൻ ഈ പറയുന്നത്. ഹസനുൽ ബസ്വരിയെ പോലെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യും. അവർ കൽബിലേക്ക് നോക്കിയിട്ട് പറയും, നിന്റെ കൽബിന് അസുഖമുണ്ട് എന്ന്. കിബിർ, ഹസദ്, അസൂയ, കണ്ടുകൂടായ്മ, നിഫാക്ക്, കാപട്യം, ഇതൊക്കെ നോക്കി പറയാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകളാ ഹസനുൽ ബസ്വരി തങ്ങൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ, ഹാത്തിമുൽ അസമ്മ തങ്ങൾ, ഷഖീഖുൽ ബൽഖി തങ്ങൾ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ, ഇവരൊക്കെ മഹാന്മാരാ. മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ, യാ അല്ലാഹ്. മഹാനായ ഹാത്തിം എന്നവർ പറയുന്നു, ഫഅലം അന്നല്ലാഹ ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക. ഇനി പറയുന്നത് 1000 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ്. ഇത് മാത്രമാണ് ഓർത്താൽ, നിങ്ങൾ എല്ലാം മറന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ.
ഇദാ ഖുംത ഇലൈഹാ, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ. കാര്യം പറയാം, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചെയറിട്ട് നിസ്കരിക്കാൻ പാടില്ല. എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം. എണീക്കാൻ പറ്റുന്നവന് ഇരുന്ന് നിസ്കരിക്കുക, കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഫർളിന് നിന്നേ പറ്റൂ, നിൽക്കാൻ കഴിയൂ. അൽ ഖായിം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി. ഇനിയിപ്പോൾ ചർച്ചുമാരി ബെഞ്ചും ഡെസ്കും കൊണ്ടു വരുമെന്നാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പമില്ല, ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, കൂളായിട്ട് ഓടിച്ചാടി നടക്കുക. ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല. ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ. ഫർളായ നിസ്കാര, നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ. ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കുമോ? ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ? ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം. അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ടിരിക്കേ, ഒരു കുഴപ്പമില്ലാതെ. അത് ചെയ്യല്ലേ. ആലോചിച്ചാൽ മതി. നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗുരുതരം എത്രയാണെന്ന്.